magnetic dipole moment. It is represented by small m. The magnetic dipole moment of the current loop. Here the first equation is torque acting on a current loop placed in a magnetic field. The torque acting on a current carrying loop placed in a magnetic field is given by tau is equal to ABI sin theta. ABI sin theta. Terms I is the current flowing through the loop, A is the area of the loop, and theta. Theta is the angle between the direction of magnetic field and the area vector. Okay, the product I into A, the product I into A is known as magnetic dipole moment of the current loop. So we can write vector M is equal to I into vector A. If there are n number of turns, we can write magnetic dipole moment M is equal to NIA. Its unit is ampere meter square and its dimension is L square A. If mu0 is absolute permeability of vacuum and μr is relative magnetic permeability of another medium, then permeability mu of the medium is. Question എന്താ പറഞ്ഞിരിക്കുന്നത്? If mu0 is the absolute permeability mu0 of vacuum. വാക്യൂം അല്ലെങ്കിൽ എയറിലെ പെർമിയബിലിറ്റി ആണ് നമ്മൾ അബ്സല്യൂട്ട് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അതാണ് mu0 ആയിട്ട് റെപ്രസെന്റ് ചെയ്തത്. ഓക്കെ, ഇനി μr is the relative permeability of another medium. മറ്റൊരു മീഡിയം തന്നിട്ടുണ്ട്, അതിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത് μr. അങ്ങനെയാണെങ്കിൽ ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി mu എന്ന് പറയുന്നത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, ഏത് ഇക്വേഷൻ അനുസരിച്ച് എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ. എന്തായിരിക്കും? Which is the option? Relative permeability എന്ന് പറയുന്നത് ഒരു മീഡിയത്തിന്റെ പെർമിയബിലിറ്റിയെ എയർ അല്ലെങ്കിൽ വാക്യൂത്തിന്റെ പെർമിയബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നതിനെയാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. അതാണ് μr. ഓക്കെ, അപ്പം ഇവിടെ mu എന്ന് പറയുന്ന മീഡിയത്തിന്റെ പെർമിയബിലിറ്റിയെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഏത് ഇക്വേഷൻ അനുസരിച്ച് റെപ്രസെന്റ് ചെയ്യാം? സിമ്പിൾ അല്ലേ? റിലേറ്റീവ് പെർമിയബിലിറ്റി നമ്മൾ എങ്ങനെയാ പറയുന്നത്? റിലേറ്റീവ് പെർമിയബിലിറ്റി μr ഈസ് ഈക്വൽ ടു mu ഡിവൈഡ് ബൈ mu0. റിലേറ്റീവ് പെർമിയബിലിറ്റി ടേം കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, റിലേറ്റീവ് പെർമിയബിലിറ്റി മീൻസ് റിലേറ്റ് ചെയ്ത് പറയുന്നതാണ്. ഒരു മീഡിയത്തിന്റെ പെർമിയബിലിറ്റി റിലേറ്റ് ചെയ്ത് പറയുന്ന പോലെ. എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നു? എയർ അല്ലെങ്കിൽ വാക്യൂത്തിന്റെ പെർമിറ്റിവിറ്റി അതായത് അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നു. mu0 ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നു. അതിനെയാണ് നമ്മൾ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ μr ഈസ് ഈക്വൽ ടു mu ഡിവൈഡ് ബൈ mu0. സോ therefore mu ഈസ് ഈക്വൽ ടു mu0 into μr. therefore the answer is A. Next is bar magnet. What is a bar magnet? A bar magnet is a permanent magnet made of materials like steel, alnico, etc. Okay, magnetic field lines. What are the properties of magnetic field lines? Magnetic field lines assumed to start from North Pole and ends in South Pole. The magnetic field lines are continuous closed loop. The magnetic field lines are continuous closed loop. അപ്പോൾ കണ്ടിന്യൂസ് ക്ലോസ് ലൂപ്പ് എന്ന് പറഞ്ഞാലുള്ള റീസൺ അറിയാമല്ലോ. ഡൈപോളിന്റെ കേസിൽ കണ്ടിന്യൂസ് ലൂപ്പ് അല്ല, എന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കണ്ടിന്യൂസ് ലൂപ്പാണ്. The tangent drawn to the field line at any point gives the direction of the field at that point. Two magnetic field lines never intersect. Greater number of field line per unit area, stronger the magnetic field. Okay, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ച് അത്രയും മതി. അതിനുശേഷം നമുക്ക് ബാർ മാഗ്നറ്റ് ആസ് ആൻ ഇക്വലന്റ് സോളിനോയിഡ്. ബാർ മാഗ്നറ്റ് ആസ് ആൻ ഇക്വലന്റ് സോളിനോയിഡ്. അപ്പോൾ ബാർ മാഗ്നറ്റ് നമുക്കൊരു സോളിനോയിഡുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ഇവിടെ. എന്തുകൊണ്ടാണ് കമ്പയർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ദ റിസംബ്ലൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫോർ എ ബാർ മാഗ്നറ്റ് ആൻഡ് എ സോളിനോയിഡ് സജസ്റ്റഡ് ദാറ്റ് എ ബാർ മാഗ്നറ്റ് മേ ബി
thought of as a large number of circulating current in analog with a solenoid. നമ്മൾ ആ കേസിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സോളിനോയിഡിന്റെ കേസിലും ഒരു ബാർ മാഗ്നറ്റിന്റെ കേസിലും മാഗ്നറ്റിക് ഫീൽഡ് ആക്സിയൽ ലൈനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ B = mu0/4 2m divided by r3. 2m divided by r3. Okay, magnetic field. ഒരു MCQ നോക്കാം. On cutting a solenoid into half, the field line remains A, emerging from one face of the solenoid and entering into the other face. Here A refers to A irregular, B discontinuous, C continuous, D alternate. Question എന്താ പറഞ്ഞിരിക്കുന്നത്? On cutting a solenoid into half, the field lines remains. ഇപ്പോൾ ഒരു സോളിനോയിഡ് എടുത്തു, ആ സോളിനോയിഡിനെ നമ്മൾ കട്ട് ചെയ്തു. ഓക്കെ, അതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫീൽഡ് ലൈൻസ് ഒരു ഫേസിൽ നിന്നും മറ്റേ ഫേസിലേക്ക് എൻ്റർ ചെയ്യുന്ന ഫീൽഡ് ലൈൻസ് ഇറഗുലർ ആയിട്ട് മാറുമോ, ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് മാറുമോ, അതോ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇരിക്കുമോ, അതോ ഓൾട്ടർനേറ്റ് ആയിട്ടായിരിക്കുമോ ഉണ്ടാവുക? എന്ത് ചേഞ്ച് ആയിരിക്കും വരിക? ഒരു സോളിനോയിഡിനെ നമ്മൾ ഹാഫ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കട്ട് ചെയ്ത പോർഷനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൽ എന്തെങ്കിലും ചേഞ്ച് വരുമോ? കട്ട് ചെയ്തെന്ന് പറഞ്ഞ് ഒരു ചേഞ്ചും ഉണ്ടാവത്തില്ല. കട്ട് ചെയ്യുന്ന പറയുമ്പോൾ ഒരു മാഗ്നറ്റ് പോലെ തന്നെയാണ്. ഒരു മാഗ്നറ്റ് എടുത്തു, ആ മാഗ്നറ്റിനെ നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്. അതിനെ നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എന്ത് സംഭവിക്കും? നമുക്ക് രണ്ട് മാഗ്നറ്റ് ആയിട്ടാണ് അത് മാറുക. അപ്പോൾ ഈ മാഗ്നറ്റ് നോർത്ത് ഇവിടെ, സൗത്ത് ഇവിടെ, നോർത്ത് ഇവിടെ, സൗത്ത് ഇവിടെ. അപ്പോൾ നോർത്തിൽ നിന്നും സൗത്തിലേക്ക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഫീൽഡ് ലൈൻസ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും, അല്ലാതെ അത് ബ്രേക്ക് ആയി പോവില്ല. അപ്പോൾ the answer is the field lines remains continuous, emerging from one face of the solenoid and entering into the other face. Magnetic dipole moment of a bar magnet. അപ്പോൾ നമ്മൾ നേരത്തെ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് എ കറന്റ് ക്യാരിങ് സോളിനോയിഡ് പഠിച്ചു. ഇവിടെ ബാർ മാഗ്നറ്റിന്റെ കേസിൽ നമുക്ക് ആ ഇക്വേഷൻ, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഒരു ബാർ മാഗ്നറ്റിന്റെ കേസിൽ നമുക്ക് മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ M = Qm × 2L എന്ന് എഴുതാം. Qm × 2L. What is Qm? Qm is the pole strength. Pole strength എന്നാണ് Qm നെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. 2L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി ബാർ മാഗ്നറ്റ്. ഓക്കെ, ബാക്കി ഉള്ള യൂണിറ്റ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഇവിടെ മറ്റൊരു യൂണിറ്റും കൂടെ അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ജൂൾ പെർ ടെസ്ലയാണ് മറ്റൊരു യൂണിറ്റ്. നേരത്തെ നമ്മൾ ആംപിയർ മീറ്റർ സ്ക്വയർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഡയമെൻഷൻ എല്ലാം സെയിം തന്നെയാണ്. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, നെയിം ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിംഗ് ദ യൂണിറ്റ് ജൂൾ പെർ ടെസ്ല യൂണിറ്റുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണ്? ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. A bar magnet is cut into two equal halves by a plane parallel to the magnetic axis. Of the following physical quantity, the one which remains unchanged is. അപ്പോൾ ഒരു ബാർ മാഗ്നറ്റ് എടുത്തു, a bar magnet is cut into two equal halves. അപ്പോൾ നമ്മളൊരു ബാർ മാഗ്നറ്റ് എടുത്തു,
ബാർ മാഗ്നറ്റിനെ നമ്മൾ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുന്നത് ഏത് രീതിയിലാണ് കട്ട് ചെയ്യുന്നത്? into two equal halves by a plane parallel to the magnetic axis. By a plane parallel to the magnetic axis. ഇതിപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ആക്സിസ്, അതിന് പാരലൽ ആയിട്ട് ഇതേ രീതിയിൽ ഈ മാഗ്നറ്റിനെ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ചേഞ്ച് ചെയ്യാതെ നിൽക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ പോൾ സ്ട്രെങ്ത്, ബി മാഗ്നറ്റിക് മൊമെന്റ്, സി ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, നൺ ഓഫ് ദിസ്. അപ്പോൾ ഇവിടെ ഈ രീതിയിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ പോൾ സ്ട്രെങ്ത് ചേഞ്ച് ഉണ്ടാവും. പോൾ സ്ട്രെങ്ത് ചേഞ്ച് ആയി കഴിഞ്ഞാൽ മാഗ്നറ്റിക് മൊമെന്റിനും ചേഞ്ച് ഉണ്ടാവും. കാരണം മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത്, മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ പഠിച്ചത് എന്താണ്? QM × 2L ആണ്. അപ്പോൾ QM ചേഞ്ച് ആകുമ്പോൾ മാഗ്നറ്റിക് മൊമെന്റും ചേഞ്ച് ആവും. അപ്പോൾ ഫസ്റ്റ് രണ്ട് ഓപ്ഷൻസ് റോങ് ആണ്. തേർഡ്, മൂന്നാമത്തെ ഓപ്ഷൻ ആണ് റൈറ്റ്, ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. അപ്പം ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ വിൽ നോട്ട് ചേഞ്ച് in this case. The answer is C. Magnetic dipole moment is a vector quantity. Magnetic dipole moment is a vector quantity directed from south pole to north pole, north pole to south pole, east to west, and D, west to east. The answer is south pole to north pole. South pole നിന്നും north pole ലേക്കാണ് magnetic dipole momentന്റെ direction. Okay. Electric field lines അല്ല magnetic field lines നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അതായത് ഇവിടെ magnetic dipole momentന്റെ direction സൗത്ത് പോളിൽ നിന്നും നോർത്ത് പോളിലേക്കാണ്. അനു എന്താ ചോദിക്കുന്നത്? പോൾ സ്ട്രെങ്ത് വിൽ ചേഞ്ച്. ഓക്കെ, പോൾ സ്ട്രെങ്തിന്റെ കേസിൽ നമ്മൾ ഈ ക്വസ്റ്റ്യന്റെ കേസാണ് പറഞ്ഞത്. ഇവിടെ ഈ മാഗ്നറ്റിനെ കട്ട് ചെയ്യുമ്പോൾ പോൾ സ്ട്രെങ്ത് ചേഞ്ച് ആവും. പോൾ സ്ട്രെങ്ത് ചേഞ്ച് ആകുമ്പോൾ മാഗ്നറ്റിക് മൊമെന്റും ചേഞ്ച് ആവും. അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് രണ്ട് ഓപ്ഷൻസും റോങ് ആണെന്ന് പറഞ്ഞത്. ഇതേ രീതിയിൽ കട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ, അതായത് മാഗ്നറ്റിക് ആക്സിന് പാരലൽ ആയിട്ട് രണ്ടായിട്ട് ഒരു ബാർ മാഗ്നറ്റിനെ കട്ട് ചെയ്യുമ്പോഴാണ് പോൾ സ്ട്രെങ്ത് ചേഞ്ച് ആകുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് അനലോഗിൽ ബാർ മാഗ്നറ്റിനെ നമ്മൾ സോളിനോയിഡും കറന്റ് ക്യാരിങ് സോളിനോയിഡിനെ കൂടെ കമ്പയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ബേസിസിൽ ആക്സിയൽ ലൈനിൽ ഒരു സോളിനോയിഡ് അല്ലെങ്കിൽ ഒരു ബാർ മാഗ്നറ്റ് ആക്സിയൽ ലൈനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ ആണ് μ0/4π2m/r3. എന്നാൽ ഇക്വറ്റോറിയൽ ലൈൻ ആകുമ്പോൾ ഇക്വറ്റോറിയൽ ലൈൻ ഇങ്ങനെയുള്ള ഇക്വറ്റോറിയൽ ലൈൻ ആണെങ്കിൽ μ0/4π × m/r3. ഇവിടെ 2m ആയിരുന്നു, ഇവിടെ m മാത്രമേ ഉള്ളൂ ഇക്വറ്റോറിയൽ ലൈനിൽ. ഓക്കെ, അപ്പോൾ ആക്സിയൽ ലൈനിൽ 2m/r3 ആണ്, ഇക്വറ്റോറിയൽ ലൈനിൽ വെറും m/r3 എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരു NCERT ക്വസ്റ്റ്യൻ ആണ്. എ ഷോർട്ട് ബാർ മാഗ്നറ്റ് ഹാസ് എ മാഗ്നറ്റിക് മൊമെന്റ് 0.48 joule per Tesla. Give the direction and magnitude of the magnetic field produced by the magnet at a distance 10 cm from the center of the magnet on the axis B, the equatorial line. Equatorial line അല്ലെങ്കിൽ നോർമൽ ബൈസെക്ടർ. അപ്പോൾ നേരത്തെ നമ്മൾ തൊട്ടു മുമ്പ് ഡിസ്കസ് ചെയ്ത ആ രണ്ട് ഇക്വേഷൻസിന്റെയും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് അതിന്റെ വാല്യൂ കിട്ടും. പിന്നെ അതിന്റെ ഡയറക്ഷൻ തെറ്റിപ്പോകരുതും. ആക്സിയൽ ലൈനിലാവുമ്പോൾ സൗത്ത് ടു നോർത്ത് ആണ് ഡയറക്ഷൻ വരിക, സൗത്ത് ടു നോർത്ത്. മാഗ്നറ്റിക് മൊമെന്റിന്റെ അതേ ഡയറക്ഷൻ തന്നെയാണ്. എന്നാൽ ഇക്വറ്റോറിയൽ ലൈൻ ആകുമ്പോൾ അത് നോർത്ത് ടു സൗത്ത് ആയിരിക്കും, നോർത്ത് ടു സൗത്ത്. നമ്മളിത് ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിൽ ഇതേ രീതിയിൽ തന്നെ പഠിച്ചതാണ്. ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിൽ അതേപോലെ തന്നെയാണ് ഈ ബാർ മാഗ്നറ്റിന്റെ കേസിലും ഉണ്ടാവുക. ഓക്കെ, ഡയറക്ഷൻസ് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക, ചെറിയ വ്യത്യാസമുള്ളതുകൊണ്ട്. ബാക്കി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം. A bar magnet of magnetic moment M and length L is cut into two equal parts, each of length L/2. The magnetic moment of each part will be. അപ്പം ഇവിടെ
ബാർ മാഗ്നറ്റിനെ നമ്മൾ കട്ട് ചെയ്യുകയാണ്. ബാർ മാഗ്നറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എം ആണ്, അതിന്റെ ലെങ്ത് എൽ ആണ്. അപ്പോൾ ടോട്ടൽ ലെങ്ത് എൽ ആണ്. ഓക്കെ, ഈ ബാർ മാഗ്നറ്റിനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. L/2 ലെങ്ത് ആയിട്ട് മാറുകയാണ്. അപ്പോൾ അത് കട്ട് ചെയ്യുന്നത് ഈ ലൈൻ വെച്ചാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ രീതിയിലല്ല, ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിട്ടാണ് ഇവിടെ അതിനെ കട്ട് ചെയ്യുന്നത്. ഈ ലൈൻ ഇങ്ങനെയാണ് അതിനെ കട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ മാഗ്നറ്റിക് മൊമെന്റിന് എന്ത് ചേഞ്ച് ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. പോൾ സ്ട്രെങ്ത് ഇൻറ്റു ലെങ്ത് ആണ്. പോൾ സ്ട്രെങ്ത് ഇൻറ്റു ലെങ്ത്. അപ്പോൾ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോൾ സ്ട്രെങ്തിന് ചേഞ്ച് ഉണ്ടാവത്തില്ല. കൺഫ്യൂഷൻ ഉണ്ടാവരുതും. നമ്മൾ നേരത്തെ കട്ട് ചെയ്തത് ഇങ്ങനെയായിരുന്നു കട്ട് ചെയ്തത്, അപ്പോൾ പോൾ സ്ട്രെങ്ത് ചേഞ്ച് ആവും. ഓക്കെ, എന്നാൽ ഈ രീതിയിൽ കട്ട് ചെയ്താൽ പോൾ സ്ട്രെങ്തിന് ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ പോൾ സ്ട്രെങ്ത് ചേഞ്ച് ആവത്തില്ല. ബട്ട് ലെങ്തിന് എന്ത് സംഭവിച്ചു? ലെങ്ത് നേരത്തെ ഉള്ളതിന്റെ ഹാഫ് ആയിട്ട് മാറി. ഓക്കെ, നേരത്തെ ഉള്ളതിന്റെ ഹാഫ് ആയിട്ട് മാറി. അതുകൊണ്ട് മാഗ്നറ്റിക് മൊമെന്റ് ഇക്വേഷൻ എന്താണ്? പോൾ സ്ട്രെങ്ത് ഇൻറ്റു ലെങ്ത് ആണ്. അപ്പോൾ ഇവിടെ ലെങ്ത് 12 എന്നല്ല, ക്യാപിറ്റൽ എൽ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ QM ഇൻറ്റു ക്യാപിറ്റൽ എൽ ആണ് മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ലെങ്ത് പകുതിയായി, അപ്പോൾ മാഗ്നറ്റിക് മൊമെന്റും പകുതിയാവും. അപ്പോൾ ദ ആൻസർ ഈസ് M/2. നേരത്തെയുള്ള മാഗ്നറ്റിക് മൊമെന്റ് ഹാഫ് ആയിട്ട് മാറും പുതിയ പീസ് ഓഫ് മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് മൊമെന്റ്. ക്ലിയർ? Earth's magnetic field. A freely suspended magnetic needle always comes to rest in the geographic north-south direction. This shows that around the Earth there is a magnetic field. It is assumed that a huge imaginary magnet is situated inside the Earth. അപ്പോൾ ഒരു വലിയൊരു മാഗ്നറ്റ് എർത്തിന്റെ ഉള്ളിൽ ഉള്ളതായിട്ട് നമ്മളങ്ങ് ഇമാജിൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടാണ് എർത്തിന്റെ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാരണമാണ് നമ്മളൊരു ഫ്രീ ആയിട്ട് ഒരു ബാർ മാഗ്നറ്റിനെ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് എർത്തിന്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ അലൈൻ ചെയ്യുന്നത്. What is geographic meridian? Geographic meridian at a place is the vertical plane passing through the geographic axis. It is a vertical plane passing through the geographic axis. അപ്പോൾ എർത്തിന്റെ ആക്ച്വൽ നോർത്തും ആക്ച്വൽ സൗത്തും തമ്മിലുള്ള ലൈനെയാണ് ജോഗ്രഫിക് ആക്സിസ് എന്ന് പറയുന്നത്. ആ ആക്സിസിലൂടെയുള്ള വെർട്ടിക്കൽ പ്ലെയിനെയാണ് നമ്മൾ ജോഗ്രഫിക് മെറിഡിയൻ എന്ന് പറയുന്നത്. എന്താണ് മാഗ്നറ്റിക് മെറിഡിയൻ? മാഗ്നറ്റിക് മെറിഡിയൻ അറ്റ് എ പ്ലേസ് ഇസ് എ വെർട്ടിക്കൽ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ ആക്സിസ് ഓഫ് എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ്. അപ്പോൾ ഫ്രീ ആയിട്ട് ഒരു മാഗ്നറ്റിനെ നമ്മൾ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അലൈൻ ചെയ്യുന്ന ലൈൻ, അതാണ് മാഗ്നറ്റിക് ലൈൻ. ആ മാഗ്നറ്റിക് ലൈനിന് മാഗ്നറ്റിക് ലൈനിലൂടെ കടന്നു പോകുന്ന വെർട്ടിക്കൽ പ്ലെയിനെയാണ് നമ്മൾ മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയുന്നത്. Which of the following statement is true or false about magnetism? The Earth behaves as a magnet with the magnetic field point approximately from geographic north to south. So, ആദ്യത്തെ പോയിന്റ് എന്താണ്? The Earth behaves as a magnet with the magnetic field pointing approximately from geographic south to north. രണ്ടാമത്തത്, when a bar magnet is freely suspended, it points to north-south direction. The tip which points to the geographic north is called north pole, and the tip which points to the geographic south is called south pole. There is a repulsive force when north poles of two magnets are brought close together. Conversely, there is an attractive force between north pole of one magnet and the south pole of the other. Fourth one, we can isolate the north or south pole of a magnet. അപ്പം ഇതിലെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? യെസ്, ആദ്യത്തെ 3 എണ്ണവും
ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. എന്നാൽ ലാസ്റ്റ് വൺ ഫോൾസ് ആണ്. അതായത് നമ്മളൊരു മാഗ്നറ്റിനെ we can isolate north or south pole of a magnet. നമുക്ക് ഒരു നോർത്ത് പോൾ മാത്രമായിട്ട് അല്ലെങ്കിൽ സൗത്ത് പോൾ മാത്രമായിട്ട് പ്ലേസ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പറ്റില്ല. എപ്പോഴും ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും ആയിട്ട് മാത്രമേ അത് നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് the fourth statement is wrong. All others are true. One can define A of a place as a vertical plane which passing through the imaginary line joining the magnetic north and the south poles. Here A refers to A refers to what? എന്താണ് A ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? One can define A of a place as the vertical plane which passes through the imaginary line joining the magnetic north and south poles. Magnetic north ഉം magnetic southലും കൂടെ പാസ് ചെയ്യുന്ന ഇമാജിനറി ലൈനിലൂടെ കടന്നു പോകുന്ന വെർട്ടിക്കൽ പ്ലെയിൻ. ആ വെർട്ടിക്കൽ പ്ലെയിൻ നമ്മൾ പറയുന്ന പേരെന്താണ്? ജോഗ്രഫിക് മെറിഡിയൻ ആണോ, മാഗ്നറ്റിക് മെറിഡിയൻ ആണോ, മാഗ്നറ്റിക് ഡെക്ലിനേഷൻ ആണോ, മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ ആണോ? മാഗ്നറ്റിക് ഡെക്ലിനേഷനും മാഗ്നറ്റിക് ഇൻക്ലിനേഷനും അല്ലേ. നമ്മൾ പിന്നെ മെറിഡിയനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. ജോഗ്രഫിക് മെറിഡിയൻ ആണോ, മാഗ്നറ്റിക് മെറിഡിയൻ ആണോ? vertical plane passing through the imaginary line joining the magnetic north and magnetic south pole. Magnetic north and magnetic south pole. എന്താണ്? മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് സൗത്ത് പോളും കൂടെ കടന്നു പോകുന്നത് മാഗ്നറ്റിക് മെറിഡിയൻ ആണ്. ജോഗ്രഫിക് നോർത്തും ജോഗ്രഫിക് സൗത്തിലൂടെയും കടന്നു പോകുന്ന വെർട്ടിക്കൽ പ്ലെയിനെയാണ് ജോഗ്രഫിക് മെറിഡിയൻ എന്ന് പറയുന്നത്. Okay, ഇവിടെ മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് സൗത്തിലൂടെ കടന്നു പോകുന്ന വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. That is the answer is D, magnetic meridian. Next, magnetic elements of the earth. The magnitude and direction of the magnetic field of the earth at a place are completely given by three quantities known as magnetic elements. The first one is magnetic declination. What is magnetic declination? Magnetic declination at a place is defined as the angle between magnetic meridian and geographic meridian. So magnetic meridian ഇതാണ് മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറഞ്ഞു, ഇതാണ് ജോഗ്രഫിക് മെറിഡിയൻ പറഞ്ഞു. അപ്പൊ ഇത് തമ്മിലുള്ള ഈ ആംഗിളിനെയാണ് മാഗ്നറ്റിക് ഡെക്ലിനേഷൻ എന്ന് നമ്മൾ പറയുന്നത്. മാഗ്നറ്റിക് ഡെക്ലിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ഡിപ് ഓർ ഇൻക്ലിനേഷൻ? ഡിപ് is the angle which the direction of Earth's magnetic field makes with the horizontal. It is the dip is the angle which the direction of Earth magnetic field makes with the horizontal. So Earth in the magnetic field horizontal ആയിട്ട് ഉണ്ടാകുന്ന ആംഗിൾ, ആംഗിളിനെയാണ് നമ്മൾ ഡിപ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. ഇൻക്ലിനേഷൻ I. If I is the dip at a place, then HE is equal to BE cos I. HE is equal to BE cos I. അപ്പോൾ ഇവിടെ ഈ പിക്ചർ നിങ്ങൾ നോക്കാം. ഈ പിക്ചറിൽ ഇതാണ് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ്. അത് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് BE ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ നമ്മൾ അതിനെ റിസോൾവ് ചെയ്തു. ഒരു ഹൊറിസോണ്ടലും ഒരു വെർട്ടിക്കൽ ലൈനുമായിട്ട് നമ്മൾ അതിനെ റിസോൾവ് ചെയ്തു. അങ്ങനെ റിസോൾവ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണന്റ് നമ്മൾ HE എന്ന് എഴുതി, വെർട്ടിക്കൽ കമ്പോണന്റിനെ Z എന്ന് എഴുതി. ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഡിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടലും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ഉണ്ടാക്കുന്ന ആംഗിൾ, അതാണ് ഇത്. അപ്പോൾ ഈ ഫിഗറിൽ നിന്നും നമുക്ക് HE യുടെ ഇക്വേഷൻ എഴുതാം. HE is equal to BE cos I എന്ന് എഴുതാം. അപ്പോൾ ഈ ആംഗിൾ ആണ് I, അതിന്റെ cos I എഴുതി. sin I എങ്ങനെ എഴുതാം? ZE is equal to BE sin I. ഓക്കെ, അപ്പോൾ HEയും ZEയും എന്താണ്? HE എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. ZE എന്ന് പറയുന്നത് വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമ്മൾ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ റിസോൾവ് ചെയ്തു. ഹൊറിസോണ്ടലും വെർട്ടിക്കൽ കമ്പോണന്റുമായിട്ട് റിസോൾവ് ചെയ്തു. ഹൊറിസോണ്ടൽ കമ്പോണന്റിനെ HE എന്നും വെർട്ടിക്കൽ കമ്പോണന്റിനെ നമ്മൾ ZE എന്നും പറയുന്നു. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനിൽ നമുക്ക് tan I യുടെ ഇക്വേഷൻ എഴുതാം. tan I is equal to ZE divided by HE. അതിൽ നിന്നും I യുടെ ഇക്വേഷൻ എഴുതാം. tan inverse ZE divided by HE. ഓക്കെ, ഈ ഫിഗറിൽ നിന്നും പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് നമുക്ക് BE യുടെ ഇക്വേഷൻ എഴുതാം. BE is equal to square root of HE square plus ZE square. ഓക്കെ, അപ്പം ഈ ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വെക്കേണ്ടതാണ്.
ഇതിൽ നിന്നും എന്തെങ്കിലും ന്യൂമറിക്കൽ ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് മാത്രമേ ചോദിക്കാനുള്ളൂ. ഇനി ഇക്വേറ്ററിൽ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് 0 ആണ്. കാരണം യാതൊരു ഡിപ്പില്ല. നമ്മളൊരു കോമ്പസ് വെക്കുകയാണെങ്കിൽ കോമ്പസ് ഇതേപോലെ ഹൊറിസോണ്ടൽ ആയിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഡിപ്പ് എന്ന് പറയുന്ന സംഭവം ഇല്ല, ഡിപ്പില്ല. ഡിപ്പ് ഐ എന്ന് പറയുന്നത് ഡിപ്പ് ഇല്ലാത്ത കേസിൽ, ഡിപ്പ് ഇല്ല എങ്കിൽ ഐ ഈസിക്കൽ 0 ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ രണ്ട് ഇക്വേഷൻസിൽ എന്ത് ചേഞ്ച് വരും എന്നുള്ളതാണ് എഴുതിയേക്കുന്നത്. എച്ച് ഇ എന്ന് പറയുന്നത് ബി ഇ ആയിട്ട് മാറും. കാരണം എച്ച് ഇയുടെ ഇക്വേഷൻ എന്താണ്? ബി ഇ കോസ് ഐ ആണ്, കോസ് ഐ. അപ്പം ഐയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ കോസ് 0 1 ആണ്. അതുകൊണ്ട് എച്ച് ഇ എന്ന് പറയുന്നത് ബി ആയിട്ട് മാറും. ഇസഡ് ഇക്ക് എന്ത് സംഭവിക്കും? സൈൻ 0 ആയിട്ട് മാറും. സൈൻ 0 ആണ്. അതുകൊണ്ട് ഇസഡ് ഇ എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. ഇനി പോളിൽ എന്ത് പറ്റും? പോളിൽ നമ്മളൊരു കോമ്പസിനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വെർട്ടിക്കലി മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പസിനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ കോമ്പസിന്റെ നീഡിൽ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക, വെർട്ടിക്കലായിട്ടായിരിക്കും ഇരിക്കുക പോൾസിൽ. ഓക്കെ, അപ്പൊ പോൾസിന്റെ കേസിൽ ഡിപ്പ് എന്ന് പറയുന്നത് 90 ഡിഗ്രി. ഇതാണ് ഹൊറിസോണ്ടലുമായിട്ട് 90 ഡിഗ്രി ആണ് ഇവിടെ ആംഗിൾ ഫോം ചെയ്യുന്നത്. ഡിപ്പ് എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ 90 ഡിഗ്രി ആകുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എന്ത് സംഭവിക്കും? എച്ച് ഇയുടെ കേസിൽ ഇവിടെ കോസ് 90 എന്ന് വരും. കോസ് 90 0 ആണ്. അപ്പോൾ എച്ച് ഇ 0 ആയിട്ട് മാറും. ഇവിടെ സൈൻ 90യുടെ വില 1 ആണ്. അതുകൊണ്ട് ഇസഡ് ഇ ഈക്വൽ ടു ബി ആണ്. മാക്സിമം വാല്യൂയിലേക്ക് എത്തും. ക്ലിയർ ആണല്ലോ? ഇനി വാട്ട് ഈസ് ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി? ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ്. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി അറ്റ് എ പ്ലേസ് ഈസ് ദ റിസോൾവ്ഡ് കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. Where on the surface of the earth is the vertical component of earth magnetic field is 0. Where on the surface of the earth is the vertical component of earth magnetic field is 0. Vertical component 0 ആകുന്ന പ്ലേസ് ഏതാണ്? ഇക്വേറ്റർ ആണോ പോൾ ആണോ? വെർട്ടിക്കൽ കമ്പോണന്റ് 0 ആകുന്നത്. വെർട്ടിക്കൽ കമ്പോണന്റ് 0 ആകുന്നത് ഇക്വേറ്ററിലാണ് വെർട്ടിക്കൽ കമ്പോണന്റ് 0 ആകുന്നത്. A magnetic needle free to rotate in a vertical plane orients itself vertically at a certain place on the earth. What are the values of horizontal component of earth magnetic field, angle of dip at the place? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? A magnetic needle freely to rotate in a vertical plane. അപ്പോൾ വെർട്ടിക്കൽ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മാഗ്നറ്റിക് നീഡിലിനെ നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കുകയാണെങ്കിൽ ഇറ്റ് ഓറിയൻറ്റ്സ് ഇറ്റ്സെൽഫ് വെർട്ടിക്കലി ഓൺ എ സർട്ടൺ പ്ലേസ്. അത് വെർട്ടിക്കലായിട്ട് തന്നെ നിൽക്കുന്നു. വെർട്ടിക്കലായിട്ട് നിൽക്കുന്നത് എവിടെയായിരിക്കും? വെർട്ടിക്കലായിട്ട് നിൽക്കുന്നത് പോൾസിലായിരിക്കും, ഇല്ലേ? ആ പോൾസിൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എത്രയായിരിക്കും? പോൾസിൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് 0 ആണ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് പോൾസിൽ 0 ആണ്. ഇനി ആ സ്ഥലത്തെ ആംഗിൾ ഓഫ് ഡിപ്പ് എത്രയാണ്? പോൾസിൽ ആംഗിൾ ഓഫ് ഡിപ്പ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതല്ലേ, 90 ഡിഗ്രി ആണ്. Next MCQ. Here let V and H be the vertical and horizontal components of the earth magnetic field at any point on the earth near the north pole. അപ്പോൾ vertical component of earth magnetic field V ആയിട്ടും horizontal component of the earth magnetic field H ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. നോർത്ത് പോളിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്? നോർത്ത് പോളിൽ V very greater than H, V very less than H, V equal to H, V equal to H is equal to 0. Yes, Rachel, right. The answer is A, V very greater than H. അപ്പോൾ പോളിൽ വെർട്ടിക്കൽ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇല്ല. എന്നാൽ ഇക്വേറ്ററിൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ, വെർട്ടിക്കൽ കമ്പോണന്റ് ഇല്ല. ക്ലിയർ? The magnetic compass is not useful for navigation near the magnetic poles since R equal to 0, V equal to 0, H is equal to 0, theta is equal to 0. Magnetic compass പോൾസിൽ നാവിഗേഷൻ യൂസ് ചെയ്യാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട് ആണ് എന്നുള്ളതാണ്.
പോൾസിലെ ഏത് കമ്പോണന്റ് സീറോ ആണ്? ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ആണ് പോൾസിൽ സീറോ. ഇത് രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒരെണ്ണം ആദ്യം നമ്മൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ വായിക്കാം. A horizontal component of earth magnetic field at a place is √3 times its vertical component there. Find the value of angle of dip at that place. Okay, രണ്ടാമത്തെ part, what is the ratio of horizontal component to the total magnetic field of the earth at that place? Okay, അപ്പോൾ ഇത് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ നമുക്ക് ഫസ്റ്റ് പാർട്ട് നോക്കാം. Horizontal component of earth magnetic field at a place is √3 times its vertical component there. അപ്പോൾ എർത്തിലുള്ള ഏതോ ഒരു പ്ലേസിൽ ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും തമ്മിലുള്ള റിലേഷൻ നൽകിയിട്ടുണ്ട്. എന്താണ് റിലേഷൻ? Horizontal component of Earth's field at a place is √3 times its vertical component. Vertical component √3 times ആണ് horizontal component ഏതോ ഒരു സ്ഥലത്ത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആ പ്ലേസിലെ ആംഗിൾ ഓഫ് ഡിപ്പ് കണ്ടുപിടിക്കണം. അത് നമുക്ക് MCQ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളുടെ നോട്ട്സിൽ തന്നിട്ടുണ്ട്. At a certain place, horizontal component is √3 times the vertical component. The angle of dip at this place is. Okay. അപ്പം ഇത് നമ്മളുടെ റിലേഷൻ ആണ് നൽകിയിരിക്കുന്നത്. റിലേഷൻ എങ്ങനെയാണ്? ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഈസ് √3 ടൈംസ് വെർട്ടിക്കൽ കമ്പോണന്റ്. അപ്പം വെർട്ടിക്കൽ കമ്പോണന്റ് √3 ടൈംസ് ആണ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്. അപ്പോൾ ഈ റിലേഷൻ ആണ് അവർ ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്നത്. ഡിപ്പ് കണ്ടുപിടിക്കണം. ഡിപ്പിന്റെ ഇക്വേഷൻ എന്തുവാ? tan I is equal to ZE divided by HE. നമുക്ക് ഡിനോമിനേറ്ററിലെ HEക്ക് പകരം ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ZE divided by √3 ZE എന്ന് കിട്ടും. ZE ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ 1/√3 എന്ന് കിട്ടും. അപ്പോൾ tan I is equal to 1/√3 ആണ്. അപ്പോൾ tan of which angle will give pi/6 അല്ലെങ്കിൽ tan ഇൻവേഴ്സ് 1/√3 കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഐയുടെ വാല്യൂ pi/6 ആയിട്ടുള്ളൂ. ഐയുടെ വാല്യൂ pi/6. അപ്പോൾ the answer is C. ഓക്കെ. ഇനി MCQ ക്വസ്റ്റ്യനിൽ അത്രയും മാത്രം കണ്ടുപിടിച്ചാൽ മതി. എന്നാൽ നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടെ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ദി ഹൊറിസോണ്ടൽ കമ്പോണന്റ് ടു ദി ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദി എർത്ത് അറ്റ് ദാറ്റ് പ്ലേസ്. അപ്പോൾ റേഷ്യോ കണ്ടുപിടിക്കണം. ഹൊറിസോണ്ടൽ കമ്പോണന്റിന്റെയും എർത്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെയും റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കെടുക്കാം HE is equal to BE cos I എന്ന് പറയുന്ന റിലേഷൻ നമുക്കറിയാം. ഇവിടെ ഐയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, pi/6. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. HE divided by BE is equal to cos pi/6 എന്ന് എഴുതാം. cos pi/6 എത്ര? √3/2 ആണ്. √3/2. അപ്പോൾ HE divided by BE എന്ന് പറയുന്ന റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. HE is to BE is equal to √3:2 ആണ് ആൻസർ. The horizontal component of Earth's magnetic field is 3.6 into 10⁻⁻5 Tesla, where the dip angle is 60 degree. The magnitude of Earth's magnetic field. ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻസ് ഉപയോഗിച്ചാണ് ഇത്തരം ന്യൂമറിക്കൽസ് എല്ലാം നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എഴുതാം. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് HE എന്ന് പറയുന്ന വാല്യൂ 3.6 into 10⁻⁻. HE തന്നിട്ടുണ്ട്. HE is equal to 3.6 into 10⁻⁻5 ടെസ്ല. ആംഗിൾ ഓഫ് ഡിപ്പ് തന്നിട്ടുണ്ട്. ആംഗിൾ ഓഫ് ഡിപ്പ് I is equal to 60 degree. നമുക്ക് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് BE കണ്ടുപിടിക്കണം. അപ്പോൾ HEയും BEയും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ എഴുതേണ്ടത്. HE is equal to BE cos I ആണ്. cos I. അതിൽ നിന്ന് BE കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. BE is equal to 7.2 into 10⁻⁻5 ടെസ്ല എന്ന് കിട്ടും. ഓക്കെ. 7.2 10⁻⁻5 ടെസ്ല. ഓക്കെ. റൈറ്റ് ആൻസർ. The magnetism of a magnet is due to ഒരു മാഗ്നറ്റിന്റെ മാഗ്നറ്റിസം എന്ന പ്രോപ്പർട്ടി അത് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതാണ്. That is, it is due to
It is due to spin motion of the electron. അപ്പോൾ ഒരു മാഗ്നറ്റിലുള്ള മെറ്റീരിയലിലെ ഇലക്ട്രോൺസിന്റെ സ്പിൻ മോഷൻ മൂലമാണ് നമുക്ക് ആ മാഗ്നറ്റിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്നത്. അപ്പോൾ the magnetism of magnet is due to spin motion of the electron. Okay.